രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-18 ഒന്ന് വായിക്കും. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളുടെ പറ്റിൽ നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്റെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ 7 തുടങ്ങിയിട്ട് ഒന്ന് വായിച്ച്. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തിയോട് കൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിനെ ദൃഷ്ടി വെച്ചു പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കോണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറിയ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. രൂത്തിനെ കുറിച്ച് നമ്മൾ രൂത്തിന്റെ പുസ്തകം ഒരുപാട് പ്രാവശ്യം പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, ഒരു 1-2 ആൾക്കാരെ കുറിച്ച് കൂടി ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ രൂത്തിന്റെ നവോമിയുടെ 2 മരുമക്കളുടെ പ്രത്യേകതകൾ ആദ്യം നമ്മൾ വായിച്ചത്. അപ്പൊ ഒപ്പം അമ്മായിമ്മയെ ചുപ്പിച്ചിട്ട് പോയി. പക്ഷെ രൂത്ത് അമ്മായിമ്മയോട് പറ്റി നിൽക്കുകയാണ്. ഹാലേലിയ. അമ്മായിമ്മയോട് പറ്റി നിൽക്കുമ്പം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അന്നേരം നവോമിയുടെ അവസ്ഥ നല്ല അവസ്ഥയല്ല. നവോമി ഇസ്രായേലിൽ നിന്ന് ബെത്ലഹേമിൽ നിന്ന് ഹാലേലിയ മോവാബി ദേശത്തേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം വേണ്ട സമ്പത്ത് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഹാലേലിയ. അതൊക്കെ ആയിട്ട് അവിടെ വന്നത്. പക്ഷേങ്കിൽ അവിടെ വന്ന് 2 മക്കളെ കല്യാണമൊക്കെ കഴിപ്പിക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി നല്ല സൗകര്യത്തിലൊക്കെയായിരുന്നു. പക്ഷേ ഭർത്താവ് മരിച്ച് 2 മക്കളും മരിച്ച് ഒന്നുമില്ലാത്തവളായി. അത് നവോമി തന്നെ പറയുന്നുണ്ട്, നിറഞ്ഞവളായി അങ്ങോട്ട് പോയി ഒഴിഞ്ഞവളായി തിരിച്ചു വരുന്നു. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഹാലേലിയ എല്ലാവരും സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഹാലേലിയ സമ്പത്തുള്ളപ്പോഴോ നല്ല രീതിയിൽ ഇരിക്കുമ്പോഴോ നല്ല നിലയിലായിരിക്കുമ്പോഴോ ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ചാർച്ചക്കാരും ഒക്കെ നമ്മളോട് കൂടെ പറ്റി നിൽക്കും. പക്ഷെ നമ്മുടെ കഷ്ടതയുടെ സമയത്ത്, ഒന്നുമില്ലായ്മയുടെ സമയത്ത്, ദാരിദ്ര്യത്തിന്റെ സമയത്ത്, നമുക്ക് ആരുമില്ല, ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളോട് കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന രൂത്ത് ആ സമയത്ത് അമ്മായിയമ്മയെ നവോമിയോട് പറ്റി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അസാധാരണമായ ദയ മനസ്സിൽ നന്മ ഉണ്ടാകണം. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് ദൈവത്തിന്റെ ആ സ്നേഹത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അന്നൊക്കെ നമുക്ക് തോന്നും പലപ്പോഴും പെറ്റമ്മമാര് മക്കളെ മറക്കുമെന്ന്. പക്ഷെ ഇന്ന് നമുക്ക് കാണാം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പെറ്റമ്മമാരെ കുഞ്ഞുങ്ങളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, കടൽ ഭിത്തിയിൽ അടിച്ചു കൊന്നിട്ട് കടലിലേക്ക് കളയുന്നതും അങ്ങനെ എന്തോരം ദുഷ്ടത ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അമ്മമാരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന്. കാരണം അമ്മ സ്നേഹത്തിന്റെ നിറകുടമാണെന്ന്, ത്യാഗത്തിന്റെ ഒക്കെയാണെന്ന് പറയുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മക്കളെ ഇന്ന് മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കാൻ പോലും മടിക്കാത്ത അമ്മമാരുടെ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ഒത്തിരി വേദനിപ്പിച്ചൊരു കുഞ്ഞ് 4 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞ് അതിന് 1.5 വയസ്സ് തുടങ്ങിയിട്ട് അച്ഛന്റെ അനിയൻ പീഡിപ്പിച്ചിട്ടും അനങ്ങാതെ നടന്നൊരു അമ്മയെ കുറിച്ച് നമ്മൾ കേട്ടത്.
ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ദുഷ്ടതയുടെ ലോകത്തേക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന രൂത്ത് അമ്മായിയമ്മ, അമ്മ പോലും അല്ല, അമ്മായിയമ്മയുടെ കഷ്ടതയുടെ സമയത്ത്, അവശതയുടെ സമയത്ത്, ഒറ്റപ്പെടലിന്റെ സമയത്ത്, നിന്ദയുടെ സമയത്ത്, പരിഹാസത്തിന്റെ സമയത്തൊക്കെ അവളോട് ചേർന്ന് നിൽക്കുക. രൂത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ആ സമയത്ത് അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ? ഇന്ന് എല്ലാവരുടെയും ബന്ധങ്ങൾ എങ്ങനെയാണെന്നറിയാം. അതിപ്പോ അമ്മയാകട്ടെ, അപ്പനാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, മക്കളാകട്ടെ, എല്ലാവരുടെയും ബന്ധം നമ്മൾ ചേർന്ന് നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോന്ന് നോക്കുന്നത്. ബെനിഫിറ്റ് ഇല്ലെങ്കിൽ എന്താ, തള്ളിക്കളയുന്നൊരവസ്ഥയല്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ രൂത്തിനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് നിന്നതുകൊണ്ടോ അമ്മായിയമ്മയുടെ കൂടെ പോയതുകൊണ്ടോ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ പറയുന്നത്, പക്ഷെ അവൾ പറയുന്ന ഒരു വാക്ക്, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ആ മെരുത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കുക. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ തക്കോണം അത് യഹോവ തക്കോണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ. അപ്പം അവൾ അവളുടെ ജീവിതം തന്നെ നവോമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടായി പറയുന്നത്. വെറും വാക്കല്ല. അപ്പൊ അതൊരു അസാമാന്യ ദയാണ് അവളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ആമ ഒരു കഷ്ടതയുടെ സമയത്ത്, അവശതയുടെ സമയത്ത്, ഒന്നുമില്ലായ്മയുടെ സമയത്ത് ഒരാളോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴത്തേന് അത് എല്ലാവർക്കും സാധിക്കത്തില്ല. ഇന്നത്തെ സകല ബന്ധങ്ങളും സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിത സൗകര്യങ്ങളും അവരുടെ കയ്യിൽ എന്തുണ്ട്, നമുക്ക് എന്ത് ബെനിഫിറ്റ് അവിടെ സ്നേഹിച്ചുകൊണ്ട്? നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്തതൊന്നും നമ്മൾ സ്നേഹിക്കത്തില്ല എന്നുള്ള കാലഘട്ടത്തിലാണ് ഇന്നത്തെ സമൂഹം വന്ന് നിൽക്കുന്നത്. ആ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ടാണല്ലോ ഓർപ്പ് പോയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ രൂത്ത് കാണിച്ചു അസാമാന്യമായ ദയ. രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം രൂത്തിന് വേണ്ടി അതുപോലെ അസാമാന്യ ദയ വെളിപ്പെടുക തിരിച്ച്. ബോവസ് ആ വയലിന്റെ യജമാനൻ വന്നിട്ട് അവൾ ഏതാന്നൊക്കെ ചോദിക്കും. ഇന്ന ആളാണ്, രൂത്താണ്, നവോമിയുടെ വന്ന ബോവാവിയ സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ കേട്ടോ മകളെ പെറുക്കുവാൻ വേറെ വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തിൽ ചേർന്ന് കൊള്ളുക, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദുഷ്ടിച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടർന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരിയെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ച് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ദയ, ഒരു അസാമാന്യ ദയ നമ്മളിൽ നിന്നുണ്ടായാൽ ദൈവം അത് കണ്ടിട്ട് വെറുതെ നിൽക്കത്തില്ല. ദൈവം അതിനെക്കാട്ടി വലിയൊരു ദയ അല്ലെ വലിയൊരു കരുണ വലിയൊരു ഫേവർ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അതില്ലാത്തവർ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ, കൊടുക്കുന്നതേ കിട്ടത്തുള്ളൂ. നമ്മൾ എന്ത് കൊടുക്കുന്ന അതേ കിട്ടത്തുള്ളൂ. നമ്മൾ സ്നേഹിച്ചാലേ സ്നേഹം കിട്ടത്തുള്ളൂ. സമ്പത്തിനെ സ്നേഹിക്കുന്നവർക്ക് സമ്പത്തേ കിട്ടത്തുള്ളൂ, സ്നേഹം കിട്ടത്തില്ല. മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യന്റെ സ്നേഹം തിരിച്ചു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ അത് വേണം. ഞാൻ പലപ്പോഴും പറയുന്നത്, തലമുറകളെ നേരായ വഴി നടത്താതിരുന്നിട്ട് എന്റെ തലമുറ നശിച്ചു പോയെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അത് അവരെ നേരായ വഴിക്ക് നടത്തുകയെന്നും അവർക്ക് വേണ്ടുന്ന സ്നേഹം കൊടുക്കാനും അവരെ ഉപദേശിക്കുകയെന്നും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാലും ആ പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് പലരുടെയും പ്രാർത്ഥന റിക്വസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാർത്ഥന റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് വരാറില്ലേ? മദ്യത്തിലൊക്കെ പോകുന്നു, മയക്കുമരുന്നിലേക്ക് പോകുന്നു, അല്ലാതെ പോകുന്നു, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി അസാമാന്യ ദയ കാണിച്ചത്. അതുപോലെ ഇവിടെ രൂത്തിന്റെ ഭാഗത്ത് നിന്ന് ഒന്നുമില്ലാത്ത അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമ്പത്തിനെ നോക്കാതെ അവൾക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാതെ, ബെനിഫിറ്റ് നോക്കാതെ സ്നേഹിക്കാൻ ഒരു മനസ്സ് വെച്ചപ്പോൾ അവൾക്ക് വേണ്ടി അങ്ങനെ അസാമാന്യ ദയ പുറപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ലെന്നേ നമ്മൾ എപ്പോഴും പറയണം. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എന്റെ ദൈവം ആർക്കും ബാധ്യതയല്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാമാന്യ ദയ നമുക്ക് വേണ്ടി പുറപ്പെടണേ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലും അത് ഉണ്ടാകണം. നമ്മളെ കാണുന്ന അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത് വിശക്കുന്നതിന് നീ ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കണം, നഗ്നനെ കണ്ട ഉടുപ്പിക്കണം, രോഗിയെ സന്ദർശിക്കണമെന്ന്. ആ ചെറിയവരിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ എനിക്കാകുന്നു ചെയ്തതെന്നാ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇടയിലും നമ്മുടെ കൂട്ടത്തിലും ഒക്കെ നമുക്ക് ഒരു പരിചയം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നേരത്തെ മുന്നിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത് ഞാൻ പറയത്തില്ല. ഇവിടെ ഇവിടെ ട്രൂത്തിന് വേണ്ടി ബോസ് അവിടെ പറയുന്ന ഒന്ന് രണ്ട് വാക്കുണ്ട് അവളുടെ കൂടെ. അവൾ പറയുന്നത്, നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണ 12:13 നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണ യഹോവ
പകരം ചെയ്യട്ടെ. ഇസ്രായേൽ ദൈവം യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയം നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് 12-ാം വാക്യം പറയും. അപ്പൊ നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം യഹോവ പ്രതിഫലം തെരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മൾ നന്മ പ്രവർത്തി ചെയ്തിട്ട് നമ്മൾ നന്മ തന്നെ കൊയ്യും. ഈ നന്മയെന്ന് പറയുന്നത് ഇന്നത്തെ ജനം വിചാരിക്കുന്ന പോലെ കുറെ സമ്പത്ത് ഉണ്ടാകുന്നതല്ല നന്മ. എന്നാൽ നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയപ്പോ നമുക്ക് ദൈവം തന്ന ഒരു 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 എന്താ വാക്തത്വം ഉണ്ടായിരുന്നു. എന്താന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? പറ, താമസിച്ച് മ്യൂട്ടാ. നമ്മുടെ മീറ്റിംഗ് 2020 കോവിഡിന്റെ സമയത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ അതല്ല, നമ്മുടെ 2020 തുടങ്ങിയപ്പോ പറഞ്ഞ നമുക്ക് ദൈവം പ്രോമിസ് ഡിവൈൻ പീസ്, ഡിവൈൻ വെൽത്ത്, ഡിവൈൻ ഹെൽത്ത്. ഡിവൈൻ ഹെൽത്ത് ഹാലയില് വരുമ്പോഴത്തേന് നമ്മുടെ ഡിവൈൻ ഹെൽത്ത് എന്ന് വെച്ചാൽ ആത്മീയമായി, ശാരീരികമായി, മാനസികമായി ഈ 3 മേഖലയിലും ഒരു ഡിവൈൻ ഹെൽത്ത് നമുക്ക് തരും. ഈ ഡിവൈൻ ഹെൽത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഡിവൈൻ പീസ് നമുക്ക് കിട്ടും. കാരണം ആത്മീയമായി, ശാരീരികമായി, മാനസിക 3 മേഖലയിലും ഹല്ലേലൂയ സന്തോഷമുള്ളവരാണെങ്കിൽ ഡിവൈൻ പീസ് നമ്മുടെ ഉള്ളിലേക്ക് സമാധാനം, അതെവിടെയാ? ആത്മീയമായി, ശാരീരികമായി, മാനസിക 3 മേഖലയും സമാധാനം വ്യാപരിക്കും. ഈ സമാധാനം, ഈ ആരോഗ്യം നമ്മൾ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വെൽത്ത്, ഡിവൈൻ വെൽത്ത്. അല്ല ഈ ലോകത്തിൽ കാണുന്ന ബാങ്ക് ബാലൻസ് കൂടുന്നതല്ല ഹല്ലേലൂയ. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ കൂടുന്നതല്ല ഡിവൈൻ വെൽത്ത് എന്ന് പറയുന്നത്. ഡിവൈൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡിവൈൻ ആയിട്ടുള്ള സമ്പാദ്യം അല്ലെങ്കിൽ നമ്മൾക്ക് തന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ആത്മാവും നമ്മൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് അതാണ് നമ്മുടെ ഹെൽത്ത് എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വെൽത്തും അത് തന്നെയാണ് ഹല്ലേലൂയ. അപ്പം അത് നമുക്ക് തരുമെന്ന് ദൈവം പറഞ്ഞത്. എവിടെയെങ്കിലും അനുഗ്രഹിക്കപ്പെടും, സമ്പത്തുണ്ടാകുന്ന സമ്പന്നരാകുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര ബാങ്ക് ബാലൻസ്, വലിയ ബംഗ്ലാവ്, ഒരുപാട് കാറ്, വീട്, മറിച്ചൊക്കെ ഉണ്ടാകുന്നതാണ് എല്ലാ സമ്പത്ത് എന്ന് വിചാരിക്കാം. അല്ല, സമ്പത്ത് നിന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ, നിനക്ക് സ്വസ്ഥതയുണ്ടെങ്കിൽ, നിനക്ക് സമാധാനമായി കിടന്ന് ഉറങ്ങാൻ കഴിയും, അതാണ് നിന്റെ സമ്പത്ത്. എത്രയോ ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് പ്രയോജനം അതുകൊണ്ട്? ദൈവം ചോദിച്ച കണക്ക് ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടമായി എന്ത് പ്രയോജനം അതുകൊണ്ടിട്ട്? നാളെ നീ നരകത്തിൽ പോയി കിടന്ന് കരയുന്നതിനെക്കാട്ടി നല്ലത് ഒന്നുമില്ലാത്തവളായ ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കാൻ കിട്ടുന്ന അവസരത്തെ പാഴാക്കാതിരിക്കുന്നവരെ ബുദ്ധിമാന്മാര്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറാത്ത വണ്ണം ചെവി കൊട്ട എന്ന് നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ പ്രവൃത്തി കണ്ടു നമുക്ക് തോന്നും എന്താ പറയട്ടെ, ഇത് ഈ ബൈബിളും ഇതും ഒക്കെ നമ്മളെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. കാരണം അതുപോലെ മറുതലിച്ച് നിൽക്കുന്നത് ഹല്ലേലൂയ അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം അവരുടെയൊക്കെ വിചാരം നമ്മളെയാണ് തോപ്പിക്കുന്ന കണക്കാ. ഹല്ലേലൂയ ഇതൊക്കെ പറയുമ്പോൾ അനുസരിക്കുക അല്ലെങ്കിൽ ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാത്തതിന്റെ കാര്യം പറയുമ്പോഴത്തേന് ഇവരൊക്കെ വിചാരിക്കുന്ന നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മൾ എഴുതി ഉണ്ടാക്കിയതല്ല ഹല്ലേലൂയ. നമ്മൾ പ്രിന്റ് ചെയ്ത് കൊണ്ടുവച്ചേക്കുന്നതല്ല ബൈബിള്. ബൈബിൾ എപ്പോഴും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ വചനമെല്ലാം ജീവശ്വാസീയമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശ്വാസമാണ് വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശ്വാസമാണെങ്കിൽ അതിനകത്ത് ജീവനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശ്വാസത്തിൽ നമ്മുടെ ജീവൻ ഇരിക്കുന്നു അല്ലേ? നമ്മുടെ ശ്വാസത്തിൽ ജീവനിരിക്കുന്ന പോലെ ദൈവത്തിന്റെ തിരുവചനത്തിൽ ദൈവത്തിന്റെ ശ്വാസമുണ്ട്. ഈ ദൈവത്തിന്റെ ശ്വാസം ജീവനുള്ളതാ. അത് ആ ജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന പലതും വിട്ടുമാറുന്നത്. ഇതുകൊണ്ടായി ബൈബിൾ വായിക്കണം, വചനം വായിക്കണം, വചനം ഉച്ചത്തിൽ വായിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം. അല്ല വെറുതെ ഇത് തമാശയ്ക്ക് വായിക്കാനായിട്ട് ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഇത് പറയുന്നത്. ഇതിനകത്ത് ജീവനുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ രൂത്തിനെ കണ്ടു. രൂത്തിന്റെ മേൽ അസാമാന്യം ഒരു ദയ പുറപ്പെട്ടു. ആരുമില്ലാതെ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുള്ളായിപ്പോയി അമ്മായിമ്മ വിട്ടുകളയാത്ത രൂത്തിന് വേണ്ടി ഒരു ബോവസിന്റെ വയൽ ഒരുക്കിയെങ്കിൽ പിന്നീട് നമുക്കറിയാം ഇതിന്റെ തുടർച്ചയറിയാം. ആ ബോവസിന്റെ വയലിന്റെ ഉടമസ്ഥയാക്കി രൂത്തിനെ മാറ്റിയെങ്കിൽ ദൈവം ആർക്കും കടക്കാനല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 17-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ 46-47 വാക്യം ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ 46-47. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 46 and 47.
യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഇത് എവിടെ നിന്നാണ് എന്താന്ന് നമുക്കറിയാം. ദാവീദ് ഹല്ലേലൂയ ആമേ സഹോദരന്മാരെ കാണാൻ ചെല്ലുമ്പോൾ 40 ദിവസമായി ഹല്ലേലൂയ അവിടെ നിന്ന് വെല്ലുവിളിക്കുന്ന ഫിലിസ്തീയ മല്ലനായ ഹല്ലേലൂയ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുന്ന ഭാഗമാണ്. അവിടെ നമുക്കറിയാം ദാവീദ് ചെല്ലുന്ന സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിച്ചോണം. ഹല്ലേലൂയ ചേട്ടന്മാർക്ക് എന്തൊക്കെ അപ്പം കൊടുത്തുവിട്ട് ഭക്ഷണം ഏതാണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ അവിടെ ചെല്ലുമ്പോൾ ദാവീദിനോട് ആര് യുദ്ധം ചെയ്യാൻ ക്ഷണിച്ചില്ല ദാവീദിന്? അവിടുത്തെ രാജാവ് ഉൾപ്പെടെ സൈന്യാധിപന്മാരുൾപ്പെടെ അവിടുത്തെ സൈന്യം മുഴുവനും മാറി പേടിച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ദാവീദ് അവിടെ ചെല്ലുന്നത്. ദാവീദ് നോക്കിയ സിറ്റുവേഷൻ മൊത്തം പ്രതികൂലമാണ്. ദാവീദിന് ഹല്ലേലൂയ ചെന്ന് കഴിഞ്ഞാൽ ദാവീദിന്റെ ഉള്ളിൽ ദൈവം ഉള്ളതുകൊണ്ട് ദാവീദിന് ഒരു ഉറപ്പുണ്ട്. പക്ഷേങ്കിൽ ഒരു മാനുഷ്യ ബുദ്ധി ചിന്തിച്ച് ദാവീദ് എടുത്ത തീരുമാനം ഭയങ്കര തെറ്റാണ്. കാരണം രാജ്യം ഭരിക്കുന്ന രാജാവിനും ഇത്രയും ട്രെയിനിങ് കിട്ടിയ സൈന്യാധിപന്മാർക്കും ട്രെയിനിങ് കിട്ടിയ സൈന്യങ്ങൾക്കും ഹല്ലേലൂയ എതിരിടാൻ കഴിയാത്ത ഫിലിസ്തീയ മല്യന്റെ നേരെ ഒരു ആയുധവും ഇല്ലാതെ കടന്നു ചെല്ലാൻ തീരുമാനമെടുക്കുന്ന ദാവീദ് നമ്മളാണെ പറയും ഏറ്റവും പമ്പര വിഡ്ഢിയാണെന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ദാവീദിന്റെ സ്വന്തം ജീവനെ കുറിച്ച് ദാവീദ് ചിന്തിച്ച ഒത്തിരി ആലോചിച്ച ദാവീദ് തീരുമാനത്തിലേക്ക് എത്തത്തില്ല, ഇല്ലേ? കാരണം എന്റെ അയ്യോ ഞാൻ പോയാൽ ഇവൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തെങ്കിലും ആയിപ്പോ എന്നൊക്കെ ചിന്തിച്ച പോകില്ല. പക്ഷേ ദാവീദ് സ്വന്തം ജീവനെ കുറിച്ചും സ്വന്തം ശക്തിയെക്കുറിച്ചും സ്വന്തം ബുദ്ധിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ ദാവീദ് ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദാവീദ് മുൻപോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രതികൂല സാഹചര്യത്തിൽ ദാവീദ് സ്വന്തം നിലനിൽപ്പല്ല നോക്കിയത്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് ദൈവത്തിനെ നിന്ദിക്കുന്ന നിന്ന ഏറ്റുകൊണ്ട് ഹല്ലേലൂയ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്തൊരു ദാവീദിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ എന്താ പറയാ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ധൈര്യം കാണിക്കുന്ന ദാവീദ്. സിറ്റുവേഷൻസ് എല്ലാം അനുകൂലമാകുമ്പോൾ സഹായിക്കുന്നവനല്ല യഥാർത്ഥ സഹായി. സിറ്റുവേഷൻസ് എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോൾ ആരും കൂടെ വരാനില്ലാത്തപ്പോൾ എല്ലാവരും ഭയന്ന് പിന്മാറി നിന്നപ്പോൾ ഹല്ലേലൂയ ദാവീദ് അവിടേക്ക് ചുറ്റും. അപ്പൊ ദാവീദ് പറയുന്നത് നിന്നെ ദൈവം എന്റെ കയ്യിൽ എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിക്കുന്നു ഒന്നും അല്ല പറയുന്നത്. ഹല്ലേലൂയ ദാവീദ് അവിടെ ആശ്രമിച്ച് രൂത്ത് ആശ്രമിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ നീ ആശ്രയിച്ച് വന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നൊരു ദാവീദിനെ കാണുന്നത്. ഇവിടെ പറയുന്ന ദാവീദ് എന്ന് പറയുന്നത് യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച്. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈനിക ശവങ്ങളെ ആകാശത്തിലെ പശുക്കളും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട് സിസ്റ്ററെ? വാളുണ്ടോ? പരിചയമുണ്ടോ? കുന്തമുണ്ടോ? മിസൈലുണ്ടോ? ഇന്നത്തെ കാലത്ത് പറയുന്ന കണക്ക്. അതോ വലിയ കുതിരയും സൈന്യമുണ്ടോ? ഒന്നുമില്ലാതെ ഏകനായിട്ട് 5 കല്ല് പറക്കി സഞ്ചിയിലിട്ടുകൊണ്ട് ചെല്ലുന്ന ദാവീദാ പറയുന്നത് എന്താ നിന്നെ ഇന്നെ കയ്യിൽ തരുന്ന ഈ സൈന്യങ്ങളെ മുഴുവൻ ഞാൻ ആകാശത്തിൽ പശുക്കൾക്ക് ആഹാരമാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുക. പക്ഷേ അവിടെ ദാവീദ് അടുത്ത പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിഞ്ഞില്ലേ? കാരണം ഇന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് വചനം എവിടെയൊക്കെ വായിക്കുന്നു അവിടെ എല്ലാം ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്താ? ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹാലിൽ ഒറ്റ കല്ലുകൊണ്ട് ഹാലിൽ ഫിലിസ്ത്യ മല്ലിനെ താഴെ ഇടിച്ച് അവന്റെ കയ്യിലെ വാളെടുത്ത് അവന്റെ തലയെ വിച്ഛേദിക്കാൻ ഹാലില് ബലം നൽകിയ ഒരു ദൈവം ഉണ്ടെന്ന്. ഇവിടെ അടുത്ത് പറയുന്നത് യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിവൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ള അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അപ്പൊ യുദ്ധം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ള. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും ഒന്നും അല്ല ജയിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം പലരും യുദ്ധം ചെയ്യാൻ പോയ സമയത്തൊക്കെ അവരും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചപ്പോഴൊക്കെ അവർ ഈസിയായിട്ട് ജയിച്ചു. ഹാലേലിയ. ഇതിന് മുൻപും ന്യായാധിപന്മാരുടെ കാലത്തും നോക്കിയാലും ഹാലേലിയ അവിടെയൊക്കെ പലരും ദൈവത്തിൽ ആശ്രയിച്ച ദൈവം തെരഞ്ഞെടുത്ത പലരും ജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ ദൈവം കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആരും കൂടെ ഇല്ലെങ്കിലും ഒരു സൈന്യം കൂടെ ഇല്ലെങ്കിലും ഒരു കുതിരപ്പടയാളി ഇല്ലെങ്കിൽ ഒരായുധവും ഇല്ലെങ്കിലും അവന് ജയിക്കാൻ കഴിയും.
അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ് ഇവിടെ ജയിക്കുന്നതും അവിടെ അമ്മായിയമ്മയോട് പറ്റുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ചെറിയ ആശ്രയിച്ച രൂത്തിനെ കുറിച്ച് നമ്മൾ കേട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടിടത്തും കാണണം അവർക്ക് ഒന്നും ബെനിഫിറ്റ് അന്നേരം അവരുടെ കയ്യിലില്ല. ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, അവര് ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അവര് സഹായിക്കാനായിട്ട് ഇറങ്ങിച്ചില്ല നമ്മൾ കാണുന്നത്. രൂത്തിന്റെ കാര്യത്തിൽ അമ്മായിയമ്മയുടെ കയ്യിൽ ഒന്നുമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ അറിയാം ഇവിടെ സഹായിക്കാൻ കൂടെ ഒരു മനുഷ്യൻ പോലും ദാവീദിനോട് വരത്തില്ല, ദാവീദിന് അറിയാം. എന്നിട്ടും ദാവീദ് അവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഹല്ലേലൂയ 20-ാം അധ്യായത്തിനകത്ത് 11 തുടങ്ങിയിട്ട് ഒന്ന് വായിക്കോ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ടവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്നു താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ഇവിടെ നമുക്ക് എല്ലാവർക്കും സാഹചര്യം അറിയും അല്ലെ. ഞാൻ പലപ്പോഴും ഈ ഭാഗം പലപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചന ഭാഗമാണ്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, യേശു കർത്താവ് ഇന്ന് തുടങ്ങി പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഇന്ന് തുടങ്ങി ആരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ പോകുന്നില്ല, നിങ്ങൾക്കാർക്കും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് പ്രാർത്ഥിക്കാനായിട്ട് കൂടെ ഉണ്ടാവും? ഹല്ലേലൂയ, എത്ര പേര് കൂടെ ഉണ്ടാകും? ഇത്രയും ഉറക്കം ഒഴിഞ്ഞും ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഓരോരുത്തർക്ക് യേശു കർത്താവ് ഇന്ന് തുടങ്ങി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ നിർത്തി, കുറെ നാളത്തേക്ക് മിറക്കിൾസ് ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് അതിനൊന്നും ഞാൻ മറുപടി അയക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് ഉണർന്ന് പ്രാർത്ഥിക്കും കർത്താവിന്റെ അടുക്കൽ വന്നിട്ട്? ആരും ഉണ്ടാകത്തില്ല. സഭയിലൊക്കെ ആരും ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും സഭയിലേക്ക് കടന്നു പോകുന്നു, പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. ഹല്ലേലൂയ, 99% ആൾക്കാരും കടന്നു പോകുന്ന അവനോട് എന്തൊക്കെയോ എനിക്ക് ലഭിക്കുമെന്ന ഹല്ലേലൂയ ധാരണയിലാണ്. ഹല്ലേലൂയ, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. നമുക്കറിയാം യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കടന്നപ്പോൾ ഇതേ അത്ഭുതം കണ്ട മനുഷ്യരെല്ലാം അവനെ പരിഹസിക്കുന്ന കാണും, തലകുലുക്കി പരിഹസിച്ചുകൊണ്ട്, ഓ നീ ഹല്ലേലൂയ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചവനല്ലേ, എന്നിട്ട് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ജനത്തെ നമ്മൾ കണ്ട. കാരണം ജനം എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര നന്മകൾ ചെയ്തു കൊടുത്താലും ഹല്ലേലൂയ അവർ പെട്ടെന്ന് അതങ്ങ് മറന്നുപോകും. ഹല്ലേലൂയ, പിന്നീട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് ഹല്ലേലൂയ അതിന് സഹതാപം കാണിക്കല്ല, സ്നേഹം കാണിക്കുകയല്ല, നിന്ദയും പരിഹാസവും തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം ജനത്തിന് എപ്പോഴും ഉള്ളത് നന്ദിയില്ലായ്മ എന്ന് പറഞ്ഞ ജനത്തിന്റെ കൂടപ്പുറപ്പാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ജനത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്ന എപ്പോഴും അങ്ങനെ. അതുകൊണ്ട് ആരും അതൊക്കെ ജീവിതത്തെ അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷമിക്കുകയും സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം ഏറ്റവും ദൈവം പറഞ്ഞ കണക്ക് മനുഷ്യനെ ഉണ്ടാക്കിയതിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്ന പറഞ്ഞത്. ഒരു മൃഗത്തെ ഉണ്ടാക്കിയതിനെ ഓർത്ത് ദൈവം അനുതപിച്ചിട്ടില്ല. ഹല്ലേലൂയ, മറ്റ് പക്ഷികളെ ഉണ്ടാക്കിയ ദൈവം അനുതപിച്ചില്ല. എന്താ പറയാ, കടലിലെ മത്സ്യത്തിനെ ഒക്കെ ഉണ്ടാക്കിയതിനെ ഓർത്ത് ദൈവം അനുതപിച്ചു. പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കിയത് ഓർത്ത് ദൈവം അനുതപിച്ചു. കാരണം എന്താ വെച്ചാൽ ദൈവത്തിനെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും നന്ദിയില്ലാത്തതും അനുസരണയില്ലാത്തതും ഹല്ലേലൂയ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ള എല്ലാ ദുർഗുണങ്ങളും നിറഞ്ഞ് മനുഷ്യന് മാത്രമാണ്. നന്ദിയില്ലായ്മയുടെ പര്യായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുപ്പിച്ച് പറയാം, അത് മനുഷ്യൻ മാത്രമാണ്. എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നതും നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും മറന്നു പോകുന്നു. എന്ന് വെച്ചാൽ മറന്നു പോകും. അവർ ഇന്ന് കിട്ടി, നാളെ വേറെ
എങ്ങോട്ടാ ചായ്വ് ഹല്ലേലൂയ. ആമേ കഴിഞ്ഞ കാലങ്ങളെ മറന്നു പോകുന്നു ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുതെന്ന് ഞാൻ പറയാനിടയ്ക്ക്. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ എന്തായിരുന്നു, ഇപ്പം നമ്മൾ എന്തായിരിക്കുന്നു, അല്ലെ ദൈവം നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ എന്താ, ഇതൊക്കെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം ഓരോ ദിവസം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ആമേ മറിയ അല്ലെ സകല മനുഷ്യരും കൂടെ നടന്ന ഞാൻ പ്രിയ ശിഷ്യനാന്ന് പറഞ്ഞു. ഇത് എഴുതിയിരിക്കുന്ന യോഹന്നാൻ പോലും പറഞ്ഞു, ഞാൻ മാറോട് ചേർന്ന് കിടന്നതാ, ഞാൻ അവന്റെ പ്രിയ ശിഷ്യൻ എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്നേഹം ഹല്ലേലൂയ ഈ മഗ്ദലയുടെ കാര്യത്തിൽ മറിയയ്ക്കുണ്ടായിരുന്നു. അവള് കർത്താവിനെ സ്നേഹിച്ചത് കർത്താവ് എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചിട്ടല്ല, ഹാലയിലെ കർത്താവ് എന്തെങ്കിലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന എവിടെ വെച്ചിരിക്കുന്ന അവനെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കളാം, ഒരത്ഭുതം ചെയ്യാൻ കഴിയാത്ത ശവമായി മാറി യേശുവിനെ ആയാലും മതി എനിക്കെന്ന് പറയുന്ന ഹാലയിലെ മറിയ ഹാലയെ. അപ്പൊ മറിയക്കരെ മരിച്ചുപോയ യേശു കർത്താവിനെ കൊണ്ട് ഒരു ഉപകാരമില്ല അല്ലേ? ഇങ്ങനെ നമ്മൾക്ക് ഒരു ഉപകാരമില്ല ഹാലയിൽ എന്ന് പറയുന്ന ആരെങ്കിലും എനിക്ക് വേണം ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ് എത്ര പേര് കൂട്ടത്തിരിപ്പുണ്ട്. ഇനി ഉപകാരമില്ലെന്ന് മാത്രമല്ല ഉപദ്രവം ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ. കാരണം അന്നത്തെ കാലത്ത് യേശു കർത്താവിന്റെ കൂടെ ഉള്ളവരെല്ലാം ഓടി ഒളിച്ചിരിക്കുക. ആ സമയത്ത് ഒരുത്തി വന്നിട്ടുണ്ടെന്നാൽ അത് എവിടെ ഇരിക്കുന്നത്, ഞാൻ എടുത്തോണ്ട് പോക്കണം. അപ്പൊ ഇത് എടുത്തോണ്ട് പോയിക്കാൻ ജനം അവള് വെറുതെ വിടുവോ? ഇല്ല. കാരണം വെച്ചാ കല്ലെറിയാനും കൊല്ലാനും എല്ലാം നോക്കി നിൽക്കുന്ന ഹാലയില് ഒരു കൂട്ടത്തിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ കൊണ്ടുവെക്കാം. അപ്പൊ അവളുടെ ജീവൻ പോയാലും വേണ്ടിയില്ല, ഹാലയില് അവൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലേലും വേണ്ടിയില്ല. പക്ഷെ എന്റെ കർത്താവ്, എന്റെ പ്രാണപ്രിയനെ എനിക്ക് വേണമെന്ന് പറയുന്നത്. ഏതവസ്ഥയിലാണെങ്കിലും തള്ളിപ്പറയാതെ ഹാലേലിയ, നിന്ദിക്കാതെ ഹാലേലിയ, ആമയെ ഉപേക്ഷിച്ച് കളയാതെ ആമയെ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചൊരു മറിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും മറിയാണ് ഏറ്റവും, നമ്മൾ പറയും ആമ യേശുവിന്റെ അമ്മയായ മറിയ, സ്വർഗവായത്തിൽ ആമയെ ഉദരത്തിൽ ചുമക്കാൻ ഭാഗ്യം ലഭിച്ചവള്, നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യവതി എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിനെക്കാട്ടി ഭാഗ്യതയാന്ന് വെച്ചാൽ ഞാൻ പറയും മഗ്ദലയുടെ കാത്തി മറിയ എന്ന് പറയും. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായി കണ്ടത് മറിയ. ഹല്ലേലൂയ. ആമേ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പം ഭൂമിയിലേക്ക് വന്ന യേശു ആയിട്ടല്ല ഉയർത്തെഴുന്നേറ്റ്, സാക്ഷാൽ ക്രിസ്തുവായിട്ട്, സകലത്തിന്റെ അധികാരിയായിട്ട്, പാതാളത്തിന്റെയും ഹാലേലിയ സകലത്തിന്റെയും താക്കോൽ കയ്യിലുള്ള കർത്താവ് യേശു ക്രിസ്തുവായിട്ട് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യമായി ദർശിച്ച മറിയാണ് ഏറ്റവും ഭാഗ്യതെന്ന് ഞാൻ പറയും. അതിനെന്താ അവൾക്ക് കൊടുത്ത, അത് എന്തുകൊണ്ട് അവൾക്ക് ലഭിച്ചെന്ന് ചോദിച്ചാൽ അവള് ഒന്നും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇനി നാളെ എന്തൊക്കെ ഇത് ഞാൻ പിൻപറ്റിയ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ വരുമെന്ന് ഓർത്തിട്ടല്ല എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കർത്താവിനെ കാണാൻ കർത്താവിനെ വേണമെന്ന് പറഞ്ഞ മറിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പലരും കർത്താവിലേക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ച കർത്താവിലേക്ക് വരുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് രക്ഷ ലഭിക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ വരുമ്പോൾ അവിടെ മറിയുടെ സിറ്റുവേഷൻ നമ്മൾ ഒന്ന് നല്ലതുകൊണ്ടൊന്ന് ആ ഭാഗം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിലാവും. അവർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലെന്ന് മാത്രമല്ല അവർക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലും കർത്താവിനെ വേണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ച്, കർത്താവിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച്, കർത്താവിനെ ആമേ വിട്ടുപിരിയാതെ നിൽക്കാൻ ആഗ്രഹിച്ച മറിയെ നമുക്ക് കാണാൻ പറ്റും. ഈ മൂന്ന് സാഹചര്യം നമ്മൾ നോക്കിക്കേ, അവർ പേഴ്സണലി അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ബെനിഫിറ്റ് ഇല്ലാന്ന് മാത്രമല്ല നഷ്ടം മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള മൂന്ന് സാഹചര്യങ്ങളാണ്, മൂന്ന് വ്യക്തികളുള്ള. ഒന്ന് രൂത്ത് ആണെങ്കിൽ അങ്ങനെ തന്നെ അമ്മായിമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല പട്ടിണിയാണോ എന്താണെന്ന് ഒരു പിടിയില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല, തല്ലി ഓടിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും പോകാൻ തീരുമാനം നമുക്കറിയാം ചെന്നപ്പോൾ നല്ല സിറ്റുവേഷൻ ഒന്നുമില്ല, അവള് വയലിൽ പോയി കാലാപെറുക്കാനാ പോയത് ഹാലയിലിയ. പക്ഷെ അവള് എന്നിട്ടും അമ്മായിമ്മ വിട്ടുകളയാൻ തയ്യാറല്ലാതിപ്പോൾ ദൈവത്തിന്റെ അസാമാന്യ ദയ അവർക്ക് വേണ്ടി വെളിപ്പെട്ടത് നമ്മൾ കാണുന്നു. ദാവീദ് അതുപോലെ തന്നെ ഹാലയിലിയ സൈന്യവും രാജാവും സൈന്യാധിപന്മാരും എല്ലാ പടയും എല്ലാം മാറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്വന്തം ജീവിതത്തിന്റെ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, ആ ദൈവത്തിനെ നിന്ദിക്കുന്ന നിന്ന കേട്ടപ്പോൾ ദൈവത്തിന് വേണ്ടി ചാടി ഇറങ്ങാനായിട്ട് കാണിച്ച ധൈര്യം ദാവീദിനെ എവിടെ കൊണ്ടെത്തിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി കൊണ്ടെത്തിച്ച് ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഇരുന്ന് വെറും ഒരു രാജാവായിട്ട് ഇരുന്നതല്ല, ഇരുന്ന കാലം അത്രയും ദൈവത്തിനെ അനുസരിച്ച് നല്ല ശക്തിയോട് ഭംഗിയോടുകൂടി രാജഭരണം ചെയ്ത ഏറ്റവും നല്ല രാജാക്കന്മാരിൽ ഒരാളൊക്കെ തന്നെ ദാവീദ് മാറാൻ ഇടയായി തീർത്തു. ഇവിടെ നമ്മൾ കാണാം മറിയ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ഹല്ലേലൂയ ശവമാണെങ്കിലും കുഴപ്പമില്ല,
ഒരു ബെനിഫിറ്റ് കിട്ടിയാലും കുഴപ്പമില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നിന്ന് വന്നാലും, അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ അവർ കല്ലെറിയോ കൊല്ലുകയോ ചെയ്താലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് എൻ്റെ കർത്താവിനെ വേണമെന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിന്ന മറിയയ്ക്ക് ലഭിച്ച ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യമായി ദർശിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവളായി മാറി. ഹാലേലൂയ. കർത്താവ് ആർക്കും കടക്കാരനല്ല എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്നുണ്ട്. ഹാലേലൂയ. കർത്താവ് ആർക്കും കടക്കാരനല്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് ആർക്കെങ്കിലും സമ്പത്തുള്ളപ്പോൾ സ്നേഹിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. ഹാലേലൂയ. നമ്മുടെ കർത്താവ് കഷ്ടത അനുഭവിക്കുന്നത്, അവശത അനുഭവിക്കുന്നത്, സമൂഹം പാപികളെ ഒറ്റപ്പെടുത്തുന്നവരെയും, ഹാലേലിയ, നിന്ദിച്ചു കളയുന്നവരെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് ഹാലേലിയ കർത്താവിന്റെ ശുശ്രൂഷരായിരിക്കുന്ന പലരും പോലും ഹാലേലിയ പണമുള്ളവരെയും സമ്പത്തുള്ളവരെയും നല്ല ഡ്രസ് ഇട്ടവരെയും നല്ല കാറുള്ളവരെയും നല്ല വീടുള്ളവരെയും മാത്രം നോക്കി സ്നേഹിക്കുമ്പോൾ യേശു കർത്താവ് പഠിപ്പിച്ചത് അതല്ല. അപ്പൊ നമ്മൾ അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയാണെങ്കിൽ, നമുക്ക് അതുപോലെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ കർത്താവിന്റെ അസാധാരണ ദയ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെയുള്ള ഏതെങ്കിലും കഷ്ടതയും ബുദ്ധിമുട്ടില് പ്രയാസത്തിലേക്ക് ആയിരിക്കുന്നതിനെ കണ്ട ആരും നിന്ദിച്ചു കളയരുത്. ഹാലേലിയ. ആരും നമുക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ആരെയും സ്നേഹിക്കേണ്ടത്. നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ഓർത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ, സ്നേഹിക്കാനായിട്ട്. സമ്പത്തിന്റെ പിന്നാലെ പോകരുത്. ഇന്നത്തെ ജനം മൊത്തം തെറ്റിപ്പോകുന്ന കാര്യം, ആരുടെയെങ്കിലും കൈ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മളെല്ലാവരും കാണുന്നത്. പണം നമ്മളെ ഒന്നും നേടിത്തരുത്. എത്ര സമ്പത്തുണ്ടെങ്കിലും ഹാലേലിയ ചില സമയങ്ങളിൽ നമുക്കത് ഉപകരിക്കത്തില്ല. നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പല ഹോസ്പിറ്റലിൽ പല രോഗികൾ അവിടെ ആയിരിക്കുമ്പോൾ എത്ര സമ്പത്ത് വേണേലും ചെലവാക്കാൻ, ഞങ്ങൾക്ക് അതിന്റെ ജീവൻ രക്ഷിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പോലും കൈമലർത്തി കാണിക്കും. കാരണം അതുകൊണ്ട് അപ്പം മനസ്സിലാവും ഈ ബാങ്ക് ബാലൻസ് ഒക്കെ വെറും വ്യർത്ഥമാണെന്ന് മനസ്സിലാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ നിന്നിട്ടുണ്ട്. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ രൂത്തിനെ പോലെ, ദാവീദിനെ പോലെ, മഗ്ദലക്കാരത്തി മറിയെ പോലെ നമുക്ക് കർത്താവ് ഏത് അവസ്ഥയിലാണെങ്കിലും ജനത്തിന്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കാനും അസാമാന്യ ദയ കാണിക്കാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് കാണിച്ച കരുണ, നമ്മളോട് കർത്താവ് കാണിച്ച കൃപ, ഇത് നമ്മളിൽ നിന്നും ഉണ്ടാകണം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കും പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.